ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സന്തോഷം, സമാധാനം, സ്വാതന്ത്ര്യം. ഇത് അനുഭവിച്ച് വളർന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ഈ ലോകത്തിൽ. 900 കാലഘട്ടത്തിൽ സെൻട്രൽ മെക്സിക്കോയിൽ ജീവിച്ചിരുന്ന തുള വില്ലേജിലെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഫ്രീഡം, ഹാപ്പിനെസ്, ലവ്. സ്വന്തമായി ജീവിക്കാൻ സാധിക്കുക, പ്രത്യേകിച്ച് ആരുടെയും അനുവാദങ്ങളൊന്നും വേണ്ട. സ്വന്തമായി തീരുമാനമെടുക്കുവാനും ജീവിക്കുവാനും സാധിക്കുക, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും സാധിക്കുക, സന്തോഷത്തോടെയുള്ള ജീവിതം സാധ്യമാക്കുക. ഇതാണ് ടോൾടെക് വിസ്ഡം പറയുന്നത്. ഇത് എങ്ങനെയാണ് സാധിക്കുക? അതിനെക്കുറിച്ച് 4 എഗ്രിമെന്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം പറയുന്നത് വിക്ടിം റോൾ ടു വിക്ടോറിയസ് റോൾ. ഒരു അപകടം പിടിച്ച അല്ലെങ്കിൽ എപ്പോഴും ഇരയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിജയ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകമാണ് 4 എഗ്രിമെന്റ്സ് ബൈ ഡോൺ മുഗൾറോയ്സ്. അതിൽ ഒരു 4 എഗ്രിമെന്റ് ആണ് പറയുന്നത്. ഈ 4 എഗ്രിമെന്റുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും കൊണ്ടുവരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ തുള വില്ലേജിലെ ടോൾടെക് കമ്മ്യൂണിറ്റി തങ്ങളുടെ ജീവിതത്തിൽ ചില നിയമങ്ങൾ അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ മാറ്റുവാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷവും സമാധാനവും ഒപ്പം തന്നെ സ്നേഹവും അനുഭവിക്കുവാൻ സാധിച്ചത്. നമുക്ക് ആ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുമോ? ഇന്ന് ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഈ ഒരു എഗ്രിമെന്റ്സ് പാലിക്കണമെന്നും അതുവഴി സന്തോഷവും സ്വാതന്ത്ര്യവും സമാധാനവും എല്ലാം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കേൾക്കുക. ഒപ്പം തന്നെ 4 എഗ്രിമെന്റ്സും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് വാക്കുകളുമായി ബന്ധപ്പെട്ട നിയമമാണ്. ബി ഇംപീക്കബിൾ വിത്ത് യുവർ വേർഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കുക, പറയുന്ന വാക്കുകൾ കൃത്യമായും വ്യക്തമായും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറയുന്നത്. സ്വന്തമായും ഒപ്പം തന്നെ മറ്റുള്ളവരോട് നാം പറയുന്ന വാക്കുകൾ അത് ശ്രദ്ധിക്കണമെന്ന് ഈ ഒന്നാമത്തെ നിയമം പറയുകയാണ്. നാം പറയുന്ന വാക്കുകളുടെ ശക്തി വളരെ വലുതാണ്. ചിലപ്പോൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ പലതും പറയാറുണ്ടാകും. നാം പറയുന്ന വാക്ക് പോസിറ്റീവായിട്ടുള്ളതാണോ നെഗറ്റീവായിട്ടുള്ളതാണോ? നാം പറയുന്നത് തന്നെയാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് വാക്കുകളുടെ ശക്തി വളരെ വലുതാണ്. വാക്കുകൾ പറയുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുകയും ഒപ്പം തന്നെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും പോയ സമയവും ഇതെല്ലാം തിരിച്ചു വരികയില്ല എന്നൊരു പഴമൊഴി നാം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വാക്കുകളുടെ ശക്തി. നാം നമ്മോട് പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അറിയാതെ ശപിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായി പോയല്ലോ എന്ന് പറയുന്നതായിരിക്കാം. മറിച്ച് നമുക്ക് നല്ല വാക്കുകൾ പറയാം. എൻ്റെ ജീവിതം നന്നാകാൻ പോവുകയാണ്, ഞാൻ വലിയ ശക്തിയുള്ള വ്യക്തിയാണ്, എൻ്റെ ജീവിതം മെച്ചപ്പെടാൻ പോവുകയാണ്, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ബ്ലെസ്സിങ്സ് ആണ് ഉള്ളത്, ഇങ്ങനെയും പറയാം. നാം നമ്മോട് പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാരണവശാലും നെഗറ്റീവായ വാക്കുകൾ നമ്മെക്കുറിച്ച് പരാമർശിക്കുകയില്ല എന്നുള്ള എഗ്രിമെന്റ്. ഒപ്പം തന്നെ ഞാൻ മറ്റുള്ളവരോടും മോശമായി പറയുകയില്ല, ആരെയും പ്രാഗിയോ അതല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്യുകയില്ല. തിരിച്ച് നല്ല വാക്കുകൾ മറ്റുള്ളവരും പറയുവാൻ സാധിക്കുക. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കുകയില്ല എന്നുള്ള ശക്തമായ എഗ്രിമെന്റ് ആണ് ഒന്നാമത്തെ എഗ്രിമെന്റ്. ബി ഇംപീക്കബിൾ വിത്ത് യുവർ വേർഡ്സ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പറയുന്ന വാക്കുകൾ പാലിക്കാൻ ശ്രമിക്കുക, സത്യസന്ധത ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഇന്റഗ്രിറ്റി. പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രമിക്കുക. ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യുക, നാളെ തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കുക തന്നെ ചെയ്യുക. അങ്ങനെയുള്ള ശക്തമായ എഗ്രിമെന്റ് ഉള്ളവരായിരുന്നു ഈ തുള വില്ലേജിലെ ടോൾടെക് കമ്മ്യൂണിറ്റി. രണ്ടാമത്തെ എഗ്രിമെന്റ് വളരെയധികം നമ്മെ ചിന്തിപ്പിക്കുന്ന നിയമമാണ്. എന്നെയും അത് വളരെ പേഴ്സണലായി അട്രാക്ട് ചെയ്ത ഒരു എഗ്രിമെന്റ് ആണ്. ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി എന്നാണ് ആ എഗ്രിമെന്റ് പറയുന്നത്. നാം ആദ്യത്തെ നിയമത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ എഗ്രിമെന്റ് പറഞ്ഞ കാര്യമാണ് വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കുക എന്ന്. പലപ്പോഴും നാം വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കാൻ സാധിക്കാറൊന്നുമില്ല. ചിലത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. നാം സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ നാം ഒരിക്കലും പേഴ്സണലി എടുക്കാതിരിക്കുക. അയാൾ എന്നോട് പറഞ്ഞത് എന്നെ അറ്റാക്ക് ചെയ്യാനാണെന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ എസൻസ്. പലപ്പോഴും പലരുടെയും വാക്കുകൾ നമ്മൾ വേദനിപ്പിക്കാറുണ്ട്. അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുവല്ലോ, അയാൾ ഉദ്ദേശിച്ചത് മറ്റു പലതാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആളുകൾ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കാറും ബന്ധങ്ങളെല്ലാം ഒഴിവാക്കാറുമെല്ലാം ഉണ്ട്. ഒരിക്കലും ഈ വാക്കുകളെ പേഴ്സണലായി എടുക്കാതിരിക്കുക. കാരണം മറ്റുള്ള ആളുകൾ പലപ്പോഴും സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ റിഫ്ലക്ഷൻ, അവരുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അവരുടെ ജീവിതം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതൊരിക്കലും നമ്മെ ഡിഫൈൻ ചെയ്യുന്നില്ല. നാം അങ്ങനെ ആയതുകൊണ്ടല്ല അവർ അങ്ങനെ പറയുന്നത്. അവരുടെ ജീവിതം, അവരുടെ സാഹചര്യം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പലപ്പോഴും ആളുകൾ നെഗറ്റീവായി നമ്മോട് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും വാക്ക് പറഞ്ഞാൽ ആ വാക്കുകളായി നിൽക്കുകയും അവ തമ്മിലെ ബന്ധം സൂക്ഷിക്കാനും ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും പല പഠനങ്ങളും നാം കാണാറുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താനും ആയുസ് കൂട്ടാൻ സഹായിക്കുന്നതെന്ന്, ഒപ്പം സന്തോഷവും കൂട്ടാൻ സഹായിക്കുന്നതെന്ന്. തുള വില്ലേജിലെ ആളുകൾ സന്തോഷം അനുഭവിക്കാൻ, സ്നേഹം അനുഭവിക്കാൻ കാരണം ഈ ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു. കാരണം വാക്കുകൾ സൂക്ഷിക്കുക. ഇനി എന്തെങ്കിലും തെറ്റായി പറഞ്ഞു പോയാലും അത് വ്യക്തിപരമായി എടുക്കാതെ
അത് ചിന്തകൾ മാത്രമായി, ആശയങ്ങൾ മാത്രം നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചിരുന്നു. മൂന്നാമത്തെ എഗ്രിമെന്റ് ആണ് ഡോണ്ട് മേക്ക് അസംഷൻസ്. നാം നമ്മോട് തന്നെ പറയുകയാണ്, ഈ സാഹചര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു അസംഷൻ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളിലൂടെ ഞാൻ തീരുമാനമെടുക്കുന്നില്ല, അതല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ നിശ്ചയിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പല തീരുമാനങ്ങളും പല ആശയങ്ങളും പല ചിന്തകളുമെല്ലാം ഊഹാപോഹങ്ങളാകാറുണ്ട്. അയാൾ അത് പറഞ്ഞതിന്റെ പിന്നിലെ അർത്ഥം ഇതായിരിക്കും, അയാൾ അങ്ങനെ ചെയ്തത് ഇതുകൊണ്ടായിരിക്കും, അയാൾ വരാതിരുന്നത് ഇന്ന കാരണം കൊണ്ടായിരിക്കും തുടങ്ങിയതായിട്ടുള്ള ഊഹാപോഹങ്ങൾ നാം ചിന്തിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യും. അതുവഴി ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ഉള്ളിൽ അസമാധാനം ഉണ്ടാകുകയും ചെയ്യുന്നു. പലപ്പോഴും പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്, പല രോഗങ്ങളും ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത്തരം നെഗറ്റീവായ ചിന്തകളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടോൾടെക് കമ്മ്യൂണിറ്റി അവർക്ക് സന്തോഷവും സമാധാനവും ഒപ്പം തന്നെ സ്നേഹവും ഉണ്ടാകാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അവർ ഒരിക്കലും അസംഷൻസ് എടുക്കാറില്ല. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും, ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇത് ഇങ്ങനെയാണോ കാരണം? നിങ്ങൾ വരാതിരുന്നതിന്റെ കാരണം ഇതാണോ? നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇതാണോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഇതാണോ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ഒരു അസംഷൻ ഇല്ലാതെ യഥാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തെ കാര്യം ടോൾടെക് കമ്മ്യൂണിറ്റിയുടെ വളരെ മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾവേസ് ഡു ദ ബെസ്റ്റ്. ഏത് കാര്യം ചെയ്താലും ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ നിശ്ചയിച്ചുറപ്പിച്ച ആളുകളായിരുന്നു ടോൾടെക് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ. ഈ 4 അഗ്രിമെന്റ്സിലെ നാലാമത്തെ നിയമം അത് തന്നെയാണ്, ഡു യുവർ ബെസ്റ്റ്. ഞാൻ ചെയ്യുന്ന കാര്യം ഏറ്റവും ബെസ്റ്റായി, ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് ഇട്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടായിരുന്നു, അവർക്ക് സന്തോഷമുണ്ടായിരുന്നു, അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനും സ്നേഹം അനുഭവിക്കാനും സാധിച്ചിരുന്നു. ഓരോ കാര്യവും ചെയ്യുമ്പോൾ, നാം ജോലി ചെയ്യുമ്പോൾ, നാം ഓഫീസിലായിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഏറ്റവും മികച്ച പെർഫോമർ ആകാൻ സാധിക്കും, എനിക്ക് അങ്ങനെ ജോലി ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യവും സന്തോഷവും സ്നേഹവും എല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നത്. മുകുൾ റോയ്സ് ഈ പുസ്തകത്തിൽ 4 അഗ്രിമെന്റുകൾ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും നമുക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ സമാധാനവും എല്ലാം അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാകുന്നത്, ലിമിറ്റിംഗ് ബിലീഫ്സിന് സങ്കുചിതമായ ചിന്താഗതി എന്നോ അതല്ലെങ്കിൽ തെറ്റായ ചിന്താഗതി എന്നോ പറയാം. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ചെറുപ്പകാലങ്ങളിലെ അനുഭവങ്ങൾ, അത് നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായ്മയുടെ അനുഭവങ്ങളായിരിക്കാം, പലരുടെയും വാക്കുകളായിരിക്കാം, ഒപ്പം തന്നെ സമൂഹത്തിൽ നമുക്ക് കിട്ടിയ പല ലേണിങ്സും അല്ലെങ്കിൽ പഠനങ്ങളുമായിരിക്കും നമ്മെ അങ്ങനെ ആക്കുന്നത്. ഇദ്ദേഹം ഈ പുസ്തകം പറഞ്ഞു പോകുമ്പോൾ എറിക് ബേണിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ് നാം നേരത്തെ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദ ഗെയിംസ് ഇന്ത്യൻ പീപ്പിൾ പ്ലേ എന്ന പുസ്തകത്തെക്കുറിച്ചെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള, ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ തെറ്റായ അനുഭവങ്ങൾ, തെറ്റായ എക്സ്പീരിയൻസസ് നമ്മുടെ ബാല്യകാലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റം വരട്ടെ. ഓൾ ദ ബെസ്റ്റ്.